വണക്കം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം വാർഡിലെ കൗൺസിലറായിട്ടുള്ള CP സുഗതൻ ഇന്നിറങ്ങുമോ നാളെ ഇറങ്ങുമോ മറ്റന്നാൾ ഇറങ്ങുമോ, ഇറങ്ങിയാലും ഇറങ്ങിയില്ലെങ്കിലും ഞങ്ങൾ കോർപ്പറേഷനിൽ റീ ഇലക്ഷൻ നടത്തുമെന്ന് പറഞ്ഞ് കമ്മിക്കുട്ടന്മാർ അവിടെ ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അവന്മാരെല്ലാം ഗോ ടു യുവർ ക്ലാസ്സസ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം കോടതി ഇടക്കാല ജാമ്യം സുഗതൻ അനുവദിച്ചു. 2 കേസിലാണ് കോടതി ഇടക്കാല ജാമ്യം സുഗതന് അനുവദിച്ചത്. അപ്പോൾ സുഗതൻ ഈ ഇടക്കാല ജാമ്യം അനുവദിച്ച ശേഷം എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ അവനെ പുറത്തിറക്കൂല എന്ന് ഒരു വേട്ടാവളിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കോടതി എന്ന് പറഞ്ഞാൽ ഇവന്മാരുടെയൊക്കെ ആരുടെയൊക്കെ വകയാണെന്നാണ് ഇവന്മാരുടെ വിചാരം. എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ അവനെ പുറത്തിറക്കില്ല എന്ന് ഇവൻ പറയണമെങ്കിൽ ഇവൻ VD സതീശൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. ആ VD സതീശൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ആ പവർ വെച്ച് ഇൻഫ്ലുവൻസ് ചെയ്ത് സുഗതനെ ഞാൻ പുറത്തിറക്കില്ല എന്ന് പറഞ്ഞതായി കൂടെ എന്ന് നമ്മൾ ചോദിച്ചാൽ ഇപ്പം നമുക്കെതിരെ കേസെടുത്ത് പിടിച്ചകത്തിടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയ്ക്കെതിരെ നല്ല രീതിയിൽ, അതായത് ഒരു അസഭ്യം പോലും ഉപയോഗിക്കാതെ രമേശ് ചെന്നിത്തല ഒരു പ്രതിയുടെ കൂടെ നിന്ന്, അത് കാപ്പ കേസ് പ്രതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ആ പ്രതിയുടെ കൂടെ നിന്ന് ഒരു ക്രിമിനലിൻ്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ ഇട്ടത് ഒരു RSS പ്രവർത്തകൻ എടുത്തിട്ട് രമേശ് ചെന്നിത്തലയോട് ചോദിച്ചു, ഇങ്ങനെ ഫോട്ടോ ഒന്നും എടുക്കരുത്, അത് മോശമാണ്, ഇങ്ങനെ ഫോട്ടോ എടുക്കാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വിശ്വാസ്യത കിട്ടുമെന്ന് മാന്യമായിട്ടൊരു കമൻറ്റ് ഇട്ടതിനാണ് അയാൾക്കെതിരെ ഒരു കേസെടുത്ത് പിടിച്ച് പാകത്തിടാനായിട്ടുള്ള ശ്രമം നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സുഗതന് കഴിഞ്ഞ ദിവസം ഇടക്കാല ആശ്വാസം കോടതി അനുവദിച്ചു. ഇനി ഹൈക്കോടതി കൂടെ ഈ കാര്യം ശരിവെച്ച് കഴിഞ്ഞാൽ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാനൊരു കാര്യം പറയാം, എന്നോടൊന്നും തോന്നരുത്. അതായത് വല്ല ആവശ്യം ഉണ്ടായിരുന്ന ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ട് ഉണ്ടല്ലോ, അങ്ങനെ ഒരു ആക്റ്റൊക്കെ ഉണ്ട്. ഈ ആക്ടിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ സത്യപ്രതിജ്ഞ എങ്ങനെ ചെയ്യണമെന്ന്. അതൊന്നും നോക്കാതെ ഗുരുദേവൻ്റെ നാമത്തിലും കാവിലമ്മയുടെ നാമത്തിലും ആറ്റുകാലമ്മച്ചീയുടെ നാമത്തിലും മുടിപരി അമ്മച്ചീയുടെ നാമത്തിലൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ വരുമെന്നുള്ളതാണ്. VV രാജേഷ് എന്ന് പറയുന്ന മേയറായിട്ടുള്ള വ്യക്തിക്ക് കോർപ്പറേഷൻ ആക്ടിനെ പറ്റിയൊക്കെ അത്യാവശ്യം ധാരണയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹവും അത് പറഞ്ഞു കൊടുത്തില്ല എന്നോർത്ത് ഞാൻ ഇങ്ങനെ വിജൃംഭിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പോൾ ആ സമയത്ത് സുഗതൻ എന്താണ് ഈ ഗുരുദേവൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാതെ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്താൽ സുഗത ഇപ്പോൾ അകത്ത് പോയെന്നാലും കോർപ്പറേഷൻ ഭരണം അവിടെ തന്നെ നിന്നേനെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. സുഗതൻ ഇപ്പോൾ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇരിക്കുകയുള്ള സുഗതനെ കോടതി ഒന്ന് സ്വസ്ഥമാക്കിയിട്ടുണ്ട്, ഒരു ആശ്വാസം കൊടുത്തിട്ടുണ്ട്, ഇടക്കാല ജാമ്യമൊക്കെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ നമുക്ക് വരുന്ന മറ്റൊരു റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ സുഗതന് ജയിലിൽ സൗകര്യമൊരുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ BJP എന്ത് ചെയ്തിട്ടുണ്ട്, നേരെ ഹൈക്കോടതിയിലേക്ക് പോയിട്ടുണ്ട്. ഹൈക്കോടതി ഇതിന് സമ്മതം മൂളിയില്ല എന്നുള്ള മട്ടിൽ നിൽപ്പുണ്ട്. അതായത് അങ്ങനെ ചെയ്യാൻ വകുപ്പുണ്ട്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യിക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് സർക്കാരിൻ്റെ ഒരു നിഗമനം അല്ലെങ്കിൽ ഒരു തീരുമാനം കൂടെ നമുക്കറിയാം. ഒളിത്തി കിടക്കണം എന്ന് പറഞ്ഞ പോലെയാണ് കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. അതായത് കോടതി പറയുകയാണ് സർക്കാർ എന്താണോ തീരുമാനിക്കുന്നത് അത് നമുക്ക് ചെയ്തു കൊടുക്കാം എന്ന് പറയുന്നു. അതായത് നമ്മുടെ ഈ കേരള ഹൈക്കോടതി അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ പറയുന്നത്. അപ്പോൾ നിലവിലെ റിപ്പോർട്ടുകളെല്ലാം പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കണമെന്ന് കാട്ടിയിട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണത്തെ BJP കൗൺസിലർ R സുഗതൻ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. കാപ്പ കേസ് ചുമത്തി കഴിഞ്ഞാൽ ജാമ്യം അനുവദിച്ചാൽ മാത്രമേ തിരുവനന്തപുരത്തെത്തി സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞ് സുഗതൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. അതായത് സുഗതൻ ഇപ്പോൾ 3-4 കേസുണ്ട്. അപ്പോൾ 2 കേസിൽ ഇടക്കാല ജാമ്യം കിട്ടി, ഇനി വേറെ 2-3 കേസുകളിൽ ജാമ്യം കിട്ടാനുണ്ട്. അങ്ങനെ ജാമ്യം കിട്ടിക്കഴിഞ്ഞാലും തിരുവനന്തപുരം നഗരത്തിനകത്ത് കടക്കരുത് എന്ന് വേറൊരു ക്ലോസ് ഉണ്ട്. അങ്ങനെയുള്ള സുഗതന് ഈ ജാമ്യം കിട്ടിയാലും തിരുവനന്തപുരം നഗരത്തിനകത്തേക്ക് കടക്കാനായിട്ട് സാധിക്കില്ല. അതായത് 8ൻ്റെ പണിയാണ് ഇവന്മാരെല്ലാം കൂടെ സുഗതനിട്ട് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതായത് ഈ കോർപ്പറേഷൻ ഭരണം എങ്ങനെയെങ്കിലും കുലിക്ക് താഴെ ഇടുക എന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ട്, ഒരാൾ പോയി കഴിഞ്ഞാൽ കോർപ്പറേഷൻ ഭരണം താഴെ വീഴുമല്ലോ, അത് ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ലക്ഷ്യത്തോടുകൂടി സുഗതനെ തിരുവനന്തപുരം നഗരത്തിനകത്ത് പോലും കയറ്റാൻ പറ്റില്ല എന്നുള്ളൊരു ക്ലോസ് കൂടെ അതിനകത്തുണ്ട്. പക്ഷേ സുഗതനെ സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ അത് കോടതിക്ക് മനസ്സിലാവും എന്നുള്ളത് കൊണ്ട് തന്നെ കോടതി ഇപ്പോൾ സർക്കാരിനോട് കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സുഗതനെ താൽക്കാലിക ജാമ്യം അനുവദിക്കുന്നതിനെ സർക്കാർ ശക്തമായി എതിർത്തിട്ടുണ്ട്. അപ്പോൾ കോടതി ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യണമല്ലോ, നിങ്ങളൊരു കാര്യം ചെയ്യൂ, സുഗതന് താൽക്കാലികമായിട്ടുള്ള ജാമ്യം അനുവദിക്കുന്നത് നിങ്ങൾ തടഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സുഗതനെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ കൊടുക്കൂ. അതായത് സുഗതന് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യണം എങ്കിൽ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കൂ. അടുത്ത തിങ്കളാഴ്ച വരെ ഞാൻ സമയം തരും, ഈ സമയത്ത് ഇത് മര്യാദയ്ക്ക് കാര്യം എന്താണെന്ന് എന്നെ ധരിപ്പിച്ചോളണം എന്നാണ് കോടതി ഇപ്പോൾ നമ്മുടെ സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച മറുപടി നൽകാം എന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇനി സർക്കാർ ഇതിനകത്ത് എന്ത് കൊനഷ്ടം കൊണ്ടുവരും എന്ന് നമുക്കറിയില്ല. സത്യപ്രതിജ്ഞ ചെയ്യാൻ സുഗതനെതിരെയുള്ള 2 കേസുകളിൽ നെടുമങ്ങാട് കോടതി കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ കാപ്പ ചുമത്തി കഴിഞ്ഞാൽ ഹൈക്കോടതി അനുമതി ഉണ്ടെങ്കിലേ സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. കാപ്പ കേസിൽ രാഷ്ട്രീയ പ്രേരിതമായി കുടുക്കിയതിനാൽ വിയൂർ ജയിലിൽ ഇപ്പോൾ സുഗതനുണ്ട്. നേരിയ ഭൂരിപക്ഷത്തിൽ BJP ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം അട്ടിമറിക്കാനാണ് CPM കോൺഗ്രസിൻ്റെയും ഈ നീക്കം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ
അങ്ങനെ അട്ടിമറിക്കാനായിട്ട് അവർ ശ്രമിക്കുമ്പോഴും ബി ജെ പിയിലെ കോർപ്പറേഷൻ്റെ ഭരണം ജനങ്ങൾ കാണുന്നുണ്ട്. ആ ജനങ്ങൾ കാണുമ്പോൾ ഇനി സുഗതൻ കോർപ്പറേഷനിൽ നിന്ന് തോറ്റാലും ഒരു റീ ഇലക്ഷൻ വന്നാലും ബി ജെ പി ഇപ്പോൾ 50 സീറ്റേ ഉള്ളൂ. ഇപ്പോൾ ഈ 50 സീറ്റിൽ നിന്ന് ബി ജെ പി ഒരു 60-65 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തോടെ പിന്നെ തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ബി ജെ പി അങ്ങനെ തിരിച്ചു വന്നിരിക്കും. വാഴോട്ടുകോണം വാർഡിൽ വീണ്ടും ബി ജെ പി തന്നെ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കാരണം വാഴോട്ടുകോണം വാർഡ് CPM-ൻ്റെ കുത്തക വാർഡായിരുന്നു. ആ CPM-ൻ്റെ കുത്തക വാർഡായിട്ടുള്ള വാഴോട്ടുകോണം വാർഡിൽ നിന്നും ബി ജെ പിക്ക് പുഷ്പം പോലെ അത് പിടിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും ബി ജെ പി തന്നെ ജയിക്കും. കാരണം ജനങ്ങൾ മണ്ടന്മാരല്ലോ, ജനങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പോരാത്തതിന് ഇത്തവണ CPM-ൻ്റെ CPI-യുടെ ഒരുപാട് വാർഡുകൾ ബി ജെ പി പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരത്തെ അമ്പലത്തറ, അതായത് തിരുവനന്തപുരം കോർപ്പറേഷനകത്തുള്ള അമ്പലത്തറ എന്ന് പറയുന്ന വാർഡ് അത് ബി ജെ പി ഇത്തവണ പിടിച്ചെടുത്തിട്ടുണ്ട്. ബി ജെ പി CPI-യുടെ കയ്യിൽ നിന്നും, അതായത് CPI-യുടെ സുലോചനൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ CPI-യുടെ കൗൺസിലറായിരുന്നു. അങ്ങനെ CPI-യുടെ കൗൺസിലറായിട്ടുള്ള സുലോചനൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ഗീതാകുമാരി അവിടെ നിർത്തി മത്സരിപ്പിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ അവസാനം അവിടെ നിന്ന് നമ്മുടെ കൗൺസിലറായിട്ടുള്ള സിമി ജ്യോതിഷ് ജയിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് സുലോചനൻ നേരെ കോൺഗ്രസിൽ പോയി. അതാണ് അവിടെ സംഭവിച്ചത്. പോരാത്ത തന്നെ സുലോചനൻ ശിവൻകുട്ടി എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ നല്ല തെറി പറയുന്ന ഓഡിയോ ക്ലിപ്പും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കട്ട് ചെയ്തതാണ്, A1 ആണ്, AI ആണ് എന്നൊക്കെ പറഞ്ഞ് പല CPI കാര്യം കിടന്ന് കറങ്ങുന്നുണ്ട്. ഇതൊക്കെ വേറെ സ്റ്റോറി, വേറെ തനി ലോകം. അങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ വാഴോട്ടുകോണം വാർഡിലും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുസ്ലിം ഭൂരിപക്ഷ വാർഡുകളിൽ ഇപ്പോഴും CPI-യും കോൺഗ്രസുമാണ് പല സ്ഥലങ്ങളിൽ നിന്നും ജയിച്ചിരിക്കുന്നത് എന്നുള്ളത് നഗ്ന സത്യമാണ്. കാരണം മുസ്ലിം വാർഡുകളിൽ ബി ജെ പി ഇനി എത്ര കിടന്ന് പണിയെടുത്ത് കഴിഞ്ഞാലും അവരുടെ വോട്ട് ബി ജെ പിക്ക് കിട്ടില്ല എന്നുള്ളത് നഗ്നമായിട്ടുള്ള കാരണം SDPI എന്ന് പറയുന്ന സംഘടന, വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി, ഇതൊക്കെ ഇവിടെ ഭയങ്കര ശക്തമാണ്. അതായത് ഈ വാർഡുകളിൽ, ചെറിയ ചെറിയ വാർഡുകളിൽ വളരെയധികം ശക്തമാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ കിട്ടില്ല. പക്ഷേ CPM ഇപ്പോഴും ജയിച്ച് നിൽക്കുന്ന പല വാർഡുകളുമുണ്ട്. CPI ജയിച്ച് നിൽക്കുന്ന വാർഡുകളുണ്ടെങ്കിൽ ആ വാർഡുകളിൽ നിന്നും ബി ജെ പിക്ക് ഈസി ആയിട്ട് ജനങ്ങൾ ഇങ്ങോട്ടേക്ക് വോട്ട് കുത്താനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അടുത്ത തിങ്കളാഴ്ച സുഗതന് സർക്കാർ എന്ത് നിലപാട് അറിയിക്കുന്നു എന്നതിലൂന്നി കോടതി ഒരു വിധി പറയും. മിക്കവാറും കോടതി സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള സാധ്യതയാണ് മുന്നിലോട്ട് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും അരിയും പോയി മണ്ണെണ്ണയും പോയി എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്യും. ഇതുവരെയാണ് ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ ഇതിനകത്തൊന്നും പറയാനില്ല. അപ്പോൾ ശരി.